മെഡിക്കൽ ലൈഫ് മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് LBSന്റെ പാരാമെഡിക്കൽ ആൻഡ് നഴ്സിംഗിന്റെ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ LBS എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ LBS സെന്റർ എന്ന് വരും, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് LBS സെന്ററിനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഇന്റർഫേസ് ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. ഇതിൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ആയിട്ടുള്ള നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസിനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വാട്ട്സ് ന്യൂ 2025-26 അധ്യയന വർഷത്തെ സർക്കാർ നിയന്ത്രിത കോളേജുകളിലേക്കും മറ്റ് സ്വാശ്രയ കോളേജുകളിലേക്കുമുള്ള BSc നഴ്സിംഗ് മറ്റ് അലൈഡ് ഹെൽത്ത് സയൻസ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ മെയ് 14 മുതൽ ജൂൺ 7 വരെ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗത്തിന് 800 രൂപ, SC/ST വിഭാഗത്തിന് 400 രൂപ അപേക്ഷാ ഫീസ് ഓൺലൈനായോ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ചെല്ലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ശാഖ വഴിയോ മെയ് 14 മുതൽ ജൂൺ 4 വരെ ഫീസ് ഒടുക്കാവുന്നതാണ്. ഓൺലൈൻ അപേക്ഷാ സമർപ്പണ വേളയിൽ അപേക്ഷകൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള പേജിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. Applications are invited for BSc Nursing and Allied Health Sciences paramedical courses for the academic year 2025-26 from May 14th to June 4th. Last date for submission of application is 7/6/2025. During verification of application, some applications may be provisionally rejected and some claims may be denied due to the lack of valid documents. In such cases, the applicant can upload the required document during the correction period. Candidates can view their application status on their homepage. The correction period will be announced later. അപേക്ഷ പരിശോധിക്കുമ്പോൾ അവരുടെ ക്ലെയിമിന് സാധുവായ രേഖ അല്ല അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ക്ലെയിം ഓർ അപേക്ഷ താത്കാലികമായി നിരസിക്കുന്നതായിരിക്കും. അപേക്ഷകരുടെ അപേക്ഷ പരിശോധിച്ചതിന് ശേഷമുള്ള സ്റ്റാറ്റസ് അപേക്ഷകരുടെ ലോഗിൻ പോർട്ടലിൽ പ്രസിദ്ധീകരിക്കും. അപേക്ഷകർ അത് ലോഗിൻ ചെയ്ത് പരിശോധിക്കേണ്ടതാണ്. അതിൽ ആവശ്യപ്പെടുന്ന സർട്ടിഫിക്കറ്റുകൾ വാങ്ങിവെക്കുക. തിരുത്തൽ സമയത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. തിരുത്തൽ സമയത്ത് അപ്ലോഡ് ചെയ്യാത്തവരുടെ ക്ലെയിം ഓർ ആപ്ലിക്കേഷൻ നിരസിക്കുന്നതാണ്. തിരുത്തൽ സമയം പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഹൗ ടു അപ്ലൈ ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ടു ഓൾ ദ കോഴ്സസ് BSc നഴ്സിംഗ്, BSc MLT, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BPT, BCVT, BASLP, BOT, BSc ഡയാലിസിസ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് റേഡിയോതെറാപ്പി ടെക്നോളജി, ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി, etc. can be registered only online through a single application. The provision for applying online is available at the website www.lbscenter.kerala.gov.in. Submission of more than one application by a candidate will lead to rejection of the candidature. Application fee. The application fee will be as follows. A candidate who does not belong to SC or ST communities will be treated as general candidate for the collection of application fee. For general candidates, ₹800. For SC or ST candidates, ₹400. For service candidates, ₹800. Remittance of application fee and submission of application form. Application fee can be remitted by all applicants except service candidates by online or at any one of the notified branches of a scheduled bank in Kerala using the challan generated online during the process of 7.5.1. Okay. Service candidates. In the case of service candidates, the application fee should be remitted in any government treasury under the head of account 021003-10599. After remittance of application fee, they should submit the application as prescribed under clause 7.6. In a registration നോക്കാം. All the basic information required in the application are to be filled in at this step. Candidate should click the button New Registration. The personal details of the candidates have to be filled in the page thus obtained. It is obligatory that the candidate should fill all the items in the registration stage. Category of the candidate, whether SC or ST or general, needs to be specified here. As per the category, the application fee payable will be displayed and the candidate can proceed to the next step.
If the data is filled completely, click the Save and Continue button to complete the registration process. The next page will display the application fee and applicant's details. After confirming that all the information provided is true and correct, the candidate can proceed to the next step. Fee payment നോക്കാം. At this step, the candidate has to make the payment of application fee by the way of online payment or by way of challan. Online payment ആണെങ്കിൽ the fee may be paid by credit card or debit card, internet banking. On successful payment of fee, a payment confirmation page will appear displaying the message transaction successful. This page will display the application number, transaction ID, challan number, date and amount. Candidate should note this application number and challan number, which will be required for future logging. If the payment is unsuccessful, the message transaction unsuccess will be displayed. Due to communication failure, if the outcome of the payment attempt is not displayed, the bank may be contacted to ensure whether the attempt was successful or not. If the transaction is not successful, the payment needs to be made again by clicking on the application fee payment link on the home page and ensure that it is successful. If the amount was debited from the account of the candidate for an unsuccessful transaction, the debited amount will be reverted to that account within 5 to 7 working days. After successful payment, candidate can resume filling of application. Through challan, when mode of payment by challan is selected, a 3-part challan form, candidate copy, office copy and bank copy will appear on the screen. Candidate has to take a print out of the challan, produce the same in the bank and remit the requisite application fee at any branch of the designated bank, which will be notified later. The challan will contain the system generated application number, which the candidate should note for future login purpose. After the remittance of fee in the bank, he or she will get back the candidate copy of the challan from the bank. The candidate copy of the challan is to be retained by the candidate. A candidate who remitted the fee by the way of challan can continue with step 3 on the next day or within the prescribed time limit for completion of the online application submission process. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതിനകത്ത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ ന്യൂ രജിസ്ട്രേഷൻ എടുക്കാം. അതിൽ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ എടുക്കാം. ന്യൂ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ചെയ്ത് വരുന്നത്. അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് 2025 രജിസ്ട്രേഷന് വേണ്ടി കാൻഡിഡേറ്റ് ആയ നിങ്ങളുടെ നെയിം, അഡ്രസ്, ഹൗസ് നെയിം, നമ്പർ, സ്ട്രീറ്റ്, പ്ലേസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, മൊബൈൽ നമ്പർ, ഓൾട്ടർനേറ്റ് ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, ജെൻഡർ, കാറ്റഗറി, വെരിഫിക്കേഷൻ കോഡ് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ഫിൽ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ചെയ്ത് വരുന്നുണ്ടാവുക. ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം കൺഫേം ചെയ്തതിന് ശേഷം പേയ്മെന്റ് ഓപ്ഷൻ കൊടുക്കുക. ചെല്ലാനായിട്ടോ ഓൺലൈനായിട്ടോ നമുക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉടനെ തന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.